രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു. കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും കേരളവും അസമും ഒഡീഷയും ഗുജറാത്തും കടുത്ത ദുരിതത്തിലാണ്. വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന 7 പ്രധാന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരുമിച്ചെത്തിയതോടെ ഇപ്പോൾ രാജ്യത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. അതുമാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ മഴയ്ക്കും പ്രളയത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും വലിയ തോതിലുള്ള പ്രളയ സാധ്യതയുള്ള മഴ മുന്നറിയിപ്പുള്ളത്. വരും ദിവസങ്ങൾ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമാകും. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നദികൾ കരകവിയാനും ഗുജറാത്തിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. ഇതിനു പുറമെ ബീഹാർ, കിഴക്കൻ ഉത്തർപ്രദേശ്, നേപ്പാൾ അതിർത്തി മേഖലകൾ, വടക്കൻ ബംഗാൾ എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യും. ഇപ്പോൾ രാജ്യത്ത് ശക്തമായ മഴയ്ക്ക് കാരണം സുമാലി ജെറ്റ് എന്നറിയപ്പെടുന്ന താഴ്ന്ന തലത്തിലുള്ള കാറ്റാണ്. ചൂടുപിടിച്ച സമുദ്രത്തിന് മുകളിലൂടെ വരുമ്പോൾ വലിയ തോതിൽ നീരാവി ശേഖരിക്കുന്ന ഈ കാറ്റ് മൺസൂണിന്റെ ശക്തി ഇരട്ടിയാക്കുകയാണ്. രണ്ടാമതായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം നിലവിൽ വിദർഭയ്ക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗുജറാത്ത് ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. കാലവർഷത്തിന്റെ നട്ടലായ മൺസൂൺ ട്രഫ് ഹിമാലയൻ അടിവാരങ്ങളിലേക്ക് മാറുന്നതാണ് മറ്റൊരു കാരണമായി കാലാവസ്ഥാ നിരീക്ഷക കേന്ദ്രം പറയുന്നത്. ഇതോടെ വടക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. മഴയ്ക്കൊപ്പം മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. കേരളം, അസം, ഒഡീഷ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. അസമിൽ 2 പേർ കൂടി മരിച്ചതോടെ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 100 ആകാറായി. ഒഡീഷയിലും മഴക്കെടുതി രൂക്ഷമാണ്. കനത്ത മഴയിലും പ്രളയത്തിലും സംസ്ഥാനത്ത് ഇതുവരെ 5 പേർ മരിച്ചു. 7 ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചത്. വിവിധ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ദക്ഷിണ പടിഞ്ഞാറൻ ഒഡീഷയിലെ ചില ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ഛത്തീസ്ഗഡിന് മുകളിലുള്ള ന്യൂനമർദ്ദം പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുന്നതിനാൽ മഴയുടെ തീവ്രത കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും മഴ തുടരുകയാണ്. അതേസമയം ഗുജറാത്തിലും കനത്ത മഴ തുടരുകയാണ്. ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിലും കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടി 3 പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. വിവിധ ജില്ലകളിൽ രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.